കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഹൃദയ ആനന്ദത്തോടെ ഏറ്റുപറഞ്ഞ അമ്മയുടെ ഈ ആലയത്തിൽ നിന്ന് എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ വഴി കൂടുതൽ ദൈവാനുഗ്രഹത്തിൻ്റെ നിറവ് ഈ നിമിഷങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ഹൃദയത്തിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കുപ്പി മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട്, ദൈവമേ, ബലഹീനമായ എൻ്റെ ജീവിതത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ഉള്ളിലേക്ക് അവിടുത്തെ ആത്മാവിൻ്റെ സ്പർശനം നൽകണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുത്തെ പുതു ചൈതന്യം അവിടെ നിക്ഷേപിക്കണമേ. ഞാനായിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് അനുഭവപ്പെടുന്ന ലോകത്തിൻ്റെ പ്രലോഭനങ്ങളുടെ എല്ലാ നിഴലിനെയും എന്നിലുള്ള ദൈവാത്മാവിൻ്റെ പ്രകാശത്താൽ ഇല്ലായ്മ ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ കൂടുതൽ പ്രകാശം എന്നിലേക്ക് ചൊരിയണമേ. വചനത്തിന് അഭിഷേകം എന്നിൽ ചൊരിയണമേ. ദൈവവിശ്വാസത്തിൻ്റെ പ്രകാശം എൻ്റെ ഉള്ളിൽ വർദ്ധിപ്പിക്കണമേ. എല്ലാവരും ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൻ്റെ ഒരുപാട് വശീകരണങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുമ്പോൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും തിന്മ ചെയ്തു പോകുന്ന, തിന്മയിൽ വീണു പോകുന്ന ഒരുപാട് ലോകപ്രലോഭനങ്ങൾ നമുക്കുണ്ട്. അതിനെ അതിജീവിക്കണമെങ്കിൽ യേശുവിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ വേണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തട്ടെ. ദൈവത്തിൻ്റെ ആത്മാവെ എന്നിലേക്ക് നിറയണമേ എന്ന് തീക്ഷ്ണതയോടെ ശക്തിയോടും കൂടെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് ഹൃദയം തുറന്ന് ദൈവനാമത്തെ ഒരുമിച്ച് ചേർന്ന് സ്തുതിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന് ചൈതന്യം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, ഉണർവ് വരട്ടെ, കൃപ ജ്വലിക്കട്ടെ, ശക്തി ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, സൗഖ്യമായി, രക്ഷയായി, ശക്തിയായി, അനുഭവമായി, പ്രകാശമായി ഞങ്ങളിലേക്ക് അവിടുന്ന് ആവസിക്കണമേ. ആരാധന, 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 ആരാധന. കൈകൾ താഴ്ത്തി എല്ലാവരും കരങ്ങൾ കൊട്ടി ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ശരീരം മുഴുവൻ വിട്ടുകൊടുത്ത്, ജീവിതത്തെ വിട്ടുകൊടുത്ത്, മനസ്സിനെ വിട്ടുകൊടുത്ത് ആഗ്രഹിച്ച് പാടത്തെ. വീണ്ടും ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ ഉണരട്ടെ എല്ലാവരും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണം. എനിക്കു നൽകണമേ പുതിയൊരു ബന്ധം. വീണ്ടും എനിക്കു നൽകണമേ ശക്തിയായ അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. കൈകൾ താഴ്ത്തി വീണ്ടും കരങ്ങൾ കൊട്ടി ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് ആത്മാവിന്റെ നിറവിന് വേണ്ടി ദാഹിക്കുന്ന നിമിഷങ്ങളിൽ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ ആത്മാവിന് നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ശക്തിയോടെ, വചനത്തെ തീക്ഷ്ണതയോടെ ഓർത്ത് ആരാധിക്കാം. വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവമക്കളെ, സഭയിൽ ഉണരുന്ന മക്കളായിട്ട് നമ്മൾ മാറുന്നത് ആത്മാവ് നിറയുമ്പോൾ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ആവസിക്കണമേ എല്ലാവരിലും. ആത്മാവ് നിറയാൻ, സഭ മുഴുവനും ആത്മാവിൽ ജ്വലിക്കാൻ, സഭയിൽ ഒരുപാട് വിശുദ്ധരുണ്ടാകാൻ, സഭയിൽ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടാകാൻ, യഥാർത്ഥ ആത്മീയതയുടെ ചൈതന്യത്തിലേക്ക് എല്ലാ ദൈവമക്കളും കടന്നു വരുവാൻ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ, തീക്ഷ്ണതയോടെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ, ഇപ്പോൾ ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും അവിടുന്ന് ആവസിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, ഈശോയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് കൃപയുള്ള ശുശ്രൂഷകർ, ഒരുപാട് തീക്ഷ്ണതയുള്ള ആത്മായർ സഭയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഈ നാളുകൾ കണ്ടുമുട്ടിയ ഒരു ശുശ്രൂഷകനെ ഞാൻ ഓർക്കുകയാണ്. സംസാരമധ്യേ ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, ഇപ്പോഴും പഴയ തീക്ഷ്ണതയോടൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ, അതോ തളർന്നു പോയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ, അച്ഛാ, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. സാഹചര്യങ്ങളിൽ ഒത്തിരി വെല്ലുവിളികൾ, ശുശ്രൂഷകളിൽ ഒരുപാട് പ്രതിസന്ധികൾ, ചിലപ്പോഴൊക്കെ സഹശുശ്രൂഷകരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ
ഒരുപാട് വേദനാജനകമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് മനസ്സിലൊരു കുഞ്ഞ് അസ്വസ്ഥതയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ശുശ്രൂഷകളിൽ പിന്നോട്ട് പോയിട്ടില്ല. കാരണം ഞാൻ ഓർത്തത് എന്നെ വിളിച്ചത് കർത്താവാണെങ്കിൽ, ഞാൻ കണ്ടുമുട്ടിയൊരു കർത്താവുണ്ടെങ്കിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഓർക്കുന്നത്, സ്നേഹമുള്ളവർ, ഇതുപോലെ ഒരുപാട് ശുശ്രൂഷകരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരുപാട് തീക്ഷ്ണതയുള്ള യുവാക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ നാളുകളിലൊക്കെ പറയും യുവാക്കളൊക്കെ ഒത്തിരി വഴിതെറ്റിപ്പോയി, മദ്യത്തിനും ലഹരിക്കും ഒക്കെ അടിമപ്പെട്ട് കിടക്കുകയാണ്. ഒരുപാട് മ്ലേച്ഛത കൊണ്ട് അന്ധകാരാവൃതമായൊരവസ്ഥയാണ് യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ളത്. എല്ലാവരും പ്രണയവും പ്രേമവും കേസുകെട്ടും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ശരിയാണ്, ഈ ആത്മീയ കേന്ദ്രത്തിലായിരിക്കും എനിക്കറിയാം ഒരു പരിധിവരെ ഇങ്ങനെ അധപ്പതിക്കുന്ന ഒരു യൗവനവും കൗമാരവും ഒക്കെ ഇന്ന് സങ്കടത്തോടെ നോക്കിക്കാണേണ്ട ഒരു ഗതികേടുണ്ട്, ഇല്ലേ? പക്ഷേ മറ്റൊരു വശത്ത് ഞാൻ ഓർക്കുകയാണ്, തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. എത്രയോ ഇടങ്ങളിൽ ജീസസ് യൂത്ത് പോലെയുള്ള മൂവ്മെൻറ്റുകൾ, സഭയോട് ചേർന്നുള്ള മറ്റനേകം മൂവ്മെൻറ്റുകൾ സഭയെ ഉണർത്താനും തീക്ഷ്ണതയോടെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകുന്നവരുണ്ട്. എത്രയോ ആത്മീയ ശുശ്രൂഷകർ കരസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലും മറ്റ് ആത്മീയ മേഖലകളിലും ഒക്കെ ആയിട്ട് തീക്ഷ്ണതയോടെ യേശുവിന് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. ശരിക്കും സ്വന്തം പണം മുടക്കി ശുശ്രൂഷാരംഗങ്ങളിൽ മുടക്കം വരരുത് എന്ന് ചിന്തിക്കുന്നവരായ ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ തീക്ഷ്ണത കാണുമ്പോഴാണ് സത്യത്തിൽ ഒരു പടി കൂടെ ഉയർന്ന് സഭയിൽ ശുശ്രൂഷ ചെയ്യണം. ഈ തീക്ഷ്ണത പോരാ എന്നെന്നെ ചിന്തിപ്പിച്ചിട്ടുള്ളത് അതാ. സ്നേഹമുള്ളവർ, ഞാൻ പറഞ്ഞു വെക്കുക, സഭയിൽ ഇങ്ങനെ ഒരുപാട് പ്രേക്ഷിതർ ഉണരണം. നമുക്ക് ഒരുപാട് ശക്തിയുള്ള വ്യക്തികൾ നമുക്കുണ്ടായാലേ നമ്മുടെ സഭ ഉണരുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒന്നിനൊന്നിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇനി ഓർത്തോണം കേട്ടോ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഏറെ അകലല്ല. ഒരു ക്രിസ്ത്യാനിയാണ് എന്നതിൻ്റെ പേരിൽ നമ്മൾ ഈ നാളുകളിലൊന്നും വലിയ ഒരു പീഡനങ്ങൾ പ്രത്യേകിച്ച് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, ശരിയല്ലേ? പക്ഷേ ഇനി നോക്കിയോ, ഒരു പക്ഷേ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉടലെടുക്കാൻ പോവുക. അതൊന്നും നമ്മൾ കണ്ടിൽ നിന്ന് അടിക്കാനൊന്നും പറ്റത്തില്ല. അത് ഒരു വശത്തിങ്ങനെ ആരംഭിച്ച് ഇപ്പോഴെനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് അൽമാരിങ്ങനെ ഒരു വശത്ത് ചുറ്റിയും പറ്റിയൊക്കെ കഴിഞ്ഞുകൂടും. പക്ഷെ നോക്കിക്കോ പ്രിയപ്പെട്ടവരെ, അടി മറ്റൊരു വശത്തു നിന്ന് വരാൻ പോവുക. അതിനെ ഏറ്റുവാങ്ങി സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ ചങ്കോട് ചേർന്ന് നിന്ന് അവനെ തിരിച്ചറിഞ്ഞ് അവനെ ആശ്ലേഷിക്കാൻ മാത്രം നമ്മൾ ശക്തരായിട്ട് തീരണം. നിന്റെ ജീവിതത്തെ ബന്ധിക്കുന്ന കൽത്തൂണിൻ്റെ മറുപുറത്ത് അവനുണ്ട് എന്ന് തിരിച്ചറിയാൻ മാത്രം നിന്റെ മനസ്സ് വളരുമ്പോൾ, നിന്റെ ജീവിതം വളരുമ്പോൾ നീ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന വ്യക്തിയായിട്ട് മാറും. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിലാണ്. 25 മുതലുള്ള വചനഭാഗം വായിച്ചു നോക്കിയാൽ സുന്ദരമാണ്. ഈശോ ഇങ്ങനെ 5 അപ്പമൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. അതിനുശേഷം കടലിൻ്റെ മുകളിലൂടെ നടന്ന് മറുകരയ്ക്ക് പോയ കർത്താവിനെ നമ്മൾ വചനത്തിൽ കണ്ടെത്തിയതിന് ശേഷമാണ് ഈ വചനഭാഗം കണ്ടെത്തുക. എല്ലാവരും ഓടിക്കൂടി. യേശു മറുകരയ്ക്ക് ചെന്നപ്പോഴത്തേക്കും വലിയ ജനാവലി അവിടെ കൂടി. ശരിക്കും സന്തോഷമാകേണ്ടതാണ്, ഇല്ലേ? കാരണം ഒരുപാട് പേരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. വചനപ്രഘോഷണത്തിലൊക്കെ ഒരുപാട് പേരിങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പ്രഘോഷിക്കുമ്പോൾ ഒരു ശക്തിയാണ്, ഒരു പ്രത്യേക അഭിഷേകമാണ്. അപ്പോൾ ഞാൻ ഓർക്കാണ്, യേശുവിന് ശരിക്കും എല്ലാവരും കാണുമ്പോൾ വലിയ സന്തോഷം തോന്നേണ്ടതാണ്. എല്ലാവരും വന്നിരിക്കുകയാണ്. അക്കരെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇക്കരെ ഓടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുക. എല്ലാവരും ഈശോയെ കാത്ത് ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ചെന്ന പോലെ കാത്തു നിൽക്കുന്ന സമയത്താണ് ഇത് കർത്താവ് വന്നിറങ്ങുക. പ്രിയപ്പെട്ടവരെ, സന്തോഷമായി എന്ന് പറയേണ്ട സമയത്ത് കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. അതാണ് 26-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈശോ ഒരുപക്ഷെ കുറ്റപ്പെടുത്തി എന്നവണ്ണം പറയാണ്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഒരു വട്ടം ജനങ്ങളിങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ സന്തോഷത്തിൻ്റെ വാക്ക് പറയാവുന്നിടത്ത് സത്യാവസ്ഥ തുറന്നടിക്കാൻ മടി കാണിക്കാത്ത ഒരു കർത്താവിനെ നമ്മൾ കാണുന്നത്. ഈശോ പറയാ, അടയാളങ്ങൾ കണ്ടതുകൊണ്ടൊന്നും അല്ല കേട്ടോ, മറിച്ച് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ചങ്ക് മുറിക്കുന്ന ഒരു വാക്ക് ഇത്. കാരണം ഞാൻ ചിന്തിക്കുകയാണ്, എന്തിനാണ് നമ്മൾ ഈ നാളുകളിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ഈ വാക്കിൽ മറുപടി ഉണ്ട് കേട്ടോ. ചിന്തിക്കേണ്ടതുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നത്.
ഇവിടെ പറഞ്ഞ കണക്ക് ഒരപ്പത്തിൻ്റെ ചിന്തയിൽ മാത്രം അതിനെ തളച്ചിടാതെ ഒരല്പം കൂടെ വിശാലമായിട്ട് ചിന്തിച്ചു നോക്കി. എന്തിനാ ഞാൻ ക്രിസ്തുവിനെ ഇന്ന് അന്വേഷിക്കുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറി ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? ഞാൻ കുമ്പസാരിക്കുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ധ്യാനത്തിന് പോകുന്നു. പ്രിയപ്പെട്ടവർ ചിന്തിക്കണം കേട്ടോ. ഞാൻ പറയുന്ന വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഒരു പടി കൂടെ ചിന്തിക്കാനായിട്ടുണ്ട്. എന്തിനാണ് ക്രിസ്തുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ അവനൊന്ന് കടന്നു വന്ന് എന്നെ സ്വന്തമാക്കണം. എൻ്റെ ജീവിതത്തിൽ ആത്മാവിലൊന്ന് നിറയണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു ക്രിസ്തുവിന് വേണ്ടി ഇനി എനിക്ക് ജീവിക്കണം. എൻ്റെ യേശുവിനെ അനേകരിലേക്ക് പകർന്നു കൊടുക്കണം. എത്ര പേർക്കുണ്ട് ഈ വിധത്തിൽ യേശുവിനെ സ്വന്തമാക്കി യേശുവിനെ പകരണം എന്ന ചിന്ത? അതോ എൻ്റെ ജീവിതത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ചില സൗഖ്യം വേണം, എൻ്റെ ജീവിതത്തിൽ ചില ജോലി വേണം, എൻ്റെ ജീവിതത്തിൽ ചില നേട്ടം വേണം? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാത്മീയതയുടെ അധപ്പതനത്തിലേക്ക് നമ്മളൊക്കെ അറിയാതെ വീഴുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞു വെക്കുക, അപ്പം ഭക്ഷിച്ചുകൊണ്ടാണ് അന്വേഷിക്കുന്നത്. ആണോ? ചോദിച്ചു നോക്കട്ടെ. അപ്പം ഭക്ഷിച്ചത് കൊണ്ടാണോ? ചില സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടാണോ വന്നേ? ചില രോഗം മാറാൻ വേണ്ടിയിട്ട്? ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വേണം എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്യും, എന്നിട്ട് യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ. ഒന്നുമില്ല കേട്ടോ. സാക്ഷ്യം വഹിക്കാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ നീ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെട്ടു. ഇല്ലാതെ ആ സമയത്ത് ഒരു നേട്ടത്തിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നെങ്കിൽ ഞാൻ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മീയതയൊക്കെ ഈ നാളുകളിൽ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് അധപ്പതിച്ചു പോകുന്ന ഒരു ദയനീയമായ സ്ഥിതിവിശേഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, അടയാളങ്ങൾ കണ്ടതുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിവക്ഷിക്കുന്ന രീതിയിലുള്ള ഒരടയാളത്തെക്കുറിച്ചുള്ള സൂചനയല്ല. മറിച്ച് എന്താണ് ഈ അടയാളങ്ങൾ? ഈ അടയാളങ്ങളെക്കുറിച്ച് ഒരു വശത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ, അവൻ്റെ പ്രവൃത്തികൾ, അത് അടയാളങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ വിശ്വസിക്കേണ്ടിരുന്നത് എങ്ങനെയാ? അവൻ്റെ അടയാളങ്ങൾ കണ്ടപ്പോൾ, അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ പ്രതിഫലിച്ച് നിൽക്കുന്ന അടയാളങ്ങളാണ്. ഈ നാളുകളിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനം, ഈ നാളുകളിലെ ആത്മീയ ശുശ്രൂഷ, പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ സഭയിലൂടെ നമ്മളിലേക്ക് നൽകപ്പെടുന്ന കൂദാശകൾ, ഇവയൊക്കെ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ കണ്ട് വിശ്വസിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ പറ്റുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ അടയാളങ്ങളെ കണ്ട് വിശ്വസിക്കാൻ സാധിച്ചവരൊക്കെ അവൻ്റെ ചങ്കോട് ചേർന്ന് നിന്നവരാ. ഈ നാളുകളിൽ നമ്മൾ അനുസ്മരിക്കുകയല്ല ദുഃഖാന തിരുനാൾ. വിശുദ്ധ തോമാസ് ശ്ലീഹായെ നമ്മൾ ഓർക്കുക. നിങ്ങൾ ഓർത്തോണം പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർക്ക് മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ തോമാസ് ശ്ലീഹ അവിടെ ഇല്ല. ധൈര്യശാലിയായ നമ്മുടെ തോമാസ് ശ്ലീഹ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാരൊക്കെ കർത്താവിനെ കണ്ട കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കുക സമയത്താണ് തോമാസ് ശ്ലീഹ കടന്നു വരിക. നിങ്ങൾ ഓർക്കണം, ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള വേദന, സങ്കടം എന്തൊക്കെയാണെന്നുള്ളത്. തോമാസ് ശ്ലീഹയോട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധയോട്ടെ. തോമാസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കിത് നഷ്ടപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തില്ലാത്തത്? അതുകൊണ്ട് ഒരു സ്നേഹശാഠ്യത്തോടെ പറയുന്ന വാക്കുകളാണ്. എന്ത്? അവൻ്റെ കൈകളിൽ ആണിര പഴുതെനിക്ക് കാണണം, അവൻ്റെ ചങ്കിൽ ആ മുറിവെനിക്ക് കാണണം, അപ്പോഴേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവർ, അടുത്ത 7 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു വിളിയാണ്, തോമസ് നീ ഇവിടെ വരിക, എൻ്റെ കൈകൾ കാണുക, എൻ്റെ പാർശ്വം കാണുക. ഇവിടാണ് തോമസ് ശ്ലീഹ സർവ്വവും മറന്നു പറയുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയപ്പെട്ടവരെ, തോമാസ് ശ്ലീഹ അവൻ്റെ അടയാളം കണ്ടു. എന്താണ്? തോമാസ് ശ്ലീഹ ചട്ടം പിടിച്ച വേറെ ഒന്നുമല്ല കേട്ടോ. തോമാസ് ശ്ലീഹ പറഞ്ഞത്, എനിക്കിവിടെ അപ്പം വർദ്ധിപ്പിച്ച് കാണണമെന്നോ, എനിക്കിവിടെ വെള്ളം വീഞ്ഞായി കാണണമെന്നോ, ഇവിടെ മരിച്ചവരെ കൊണ്ടൊന്ന് ഉയർപ്പിക്കണമെന്നോ ഒന്നും തോമാസ് ശ്ലീഹ പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് എൻ്റെ ശരീരവേദന മാറണമെന്നോ, എൻ്റെ ഭയം വിട്ട് മാറണമെന്നോ ഒന്നും തോമാസ് ശ്ലീഹ പറഞ്ഞിട്ടില്ല കേട്ടോ. മറിച്ച് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് അവൻ്റെ മുറിവിൻ്റെ അടയാളം കാണണം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് അന്വേഷിക്കാത്തത് അവൻ്റെ മുറിവാ. നമ്മൾ ഇന്ന് അന്വേഷിക്കാത്തത് അവൻ കടന്നുപോയ ഈ വേദനകളുടെ അനുഭവങ്ങളാ. ഇതില്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നിനക്ക് കർത്താവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ന് ഒരുപാട് ശുശ്രൂഷകർ അധപ്പതിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർ അന്വേഷിച്ചത് അവൻ്റെ അടയാളമല്ല, അവൻ്റെ മുറിവല്ല, മറിച്ച് അന്വേഷിച്ചു പോയതൊക്കെ ജീവിതത്തിൽ യഥാർത്ഥ ലക്ഷ്യം തെറ്റി. ചിലർക്ക് സമ്പത്ത് വേണം, ചിലർക്ക് മറ്റു ചില സ്ഥാനങ്ങൾ വേണം. എനിക്ക് ഈ ശുശ്രൂഷകളിൽ ഈ സ്ഥാനം
പോരാ ഇല്ലേ, എനിക്ക് കുറച്ചുകൂടെ ഉയർന്നൊരു ഇങ്ങനെയൊക്കെ ഈ ശുശ്രൂഷ രംഗങ്ങളിൽ മസിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോരാ ഇതുപോരാ, ഭയങ്കര ഫീലിങ്ങാ, അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മുടെ ദയനീയമായ ഒരു ചിന്തയുടെ സ്ഥിതിവിശേഷമാണെന്നുള്ള സങ്കടമാണ്. നമുക്ക് അവൻ്റെ മുറിവിനെ കാണാൻ പറ്റിയില്ലെന്നുള്ളതാണ്. എന്നിട്ട് വെറുതെ ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ടോ, എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടോ, ഇങ്ങനെ ചില അഭിനയം, ചില നാടകം കണക്കിങ്ങനെ ആയിട്ടങ്ങ് മാറുക. പ്രിയപ്പെട്ടവർ, ഇതാണ് ഈ ആത്മീയതയിൽ ഇന്ന് സംഭവിക്കുന്ന അപകടകരമായ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. എവിടെയൊക്കെയോ ത്യാഗം ചെയ്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച ചില വരങ്ങൾ കൃപകളും ഒക്കെ കിട്ടിയതൊക്കെ വെറുതെ ഉപയോഗിച്ചുകൊണ്ട് ചില ലാഭത്തിന് വേണ്ടി മാത്രം, ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നടക്കപ്പെടുന്ന സങ്കടകരമായ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ പ്രതിപാദിക്കാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു വെക്കുക പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടില്ല എന്ന് എന്തെങ്കിലുമൊക്കെ അവനെക്കുറിച്ച് കാണുന്നോ കേൾക്കുന്നതല്ല ക്രിസ്തുവിനെ. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ശരീരത്തിലൊരു തരിപ്പ് തോന്നി, ഒരു ഇടിപ്പ് തോന്നി, ഒന്നുമല്ല, മറിച്ച് നിൻ്റെ ജീവിതത്തിൽ എപ്പോഴാണോ അവൻ്റെ അടയാളങ്ങളെ കണ്ടെത്താനായിട്ട് പറ്റുക, അവൻ്റെ മുറിവുകളെ കണ്ടെത്താനായിട്ട് പറ്റുക, അവിടെയാണ് യഥാർത്ഥ ക്രിസ്താനുഭവം. ആരൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുണ്ട് അവരൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് കുരിശിനെ. വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. പാരീസ് സർവകലാശാലയിലെ അതിപ്രഗത്ഭനായ പ്രൊഫസർ തൻ്റെ പ്രൊഫഷൻ മുഴുവൻ വിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങുക. എന്തിനു വേണ്ടി? അവൻ്റെ വചനം ഉള്ളിലിങ്ങനെ സ്വീകരിച്ചപ്പോൾ അതിൻ്റെ ഒരു ജ്വലനത്തിൽ തൻ്റെ ജീവിതത്തെ മറന്നിറങ്ങുക. പ്രിയപ്പെട്ടവരെ, പിന്നെ വേറെ നേട്ടമോ ലാഭമൊന്നും അല്ല കേട്ടോ ചിന്തിക്കുന്ന കാര്യം അവനെ സ്വന്തമാക്കുക, അവൻ്റെ മുറിവിനെ സ്വന്തമാക്കാൻ. അതാണ് ആ മനുഷ്യൻ തീക്ഷ്ണതയോടെ പറയുന്നത്, എൻ്റെ എല്ലാം എടുത്തുകൊള്ളുക, എനിക്ക് ആത്മാക്കളെ തരിക, എനിക്ക് ആത്മാക്കളെ തരിക, എൻ്റെ സർവോസ്വം എടുത്തുകൊള്ളുക. ഓർക്കണം, ഒരു കാലത്ത് കൊച്ചു സഹനങ്ങളെ പോലെ സ്വീകരിക്കാനായിട്ട് മനസ്സില്ലാതിരുന്ന ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മീയതയുടെ പരിവേഷത്തെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ ഈ കുരിശിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ പറയും, പോരാ പോരാ ഇനിയും വേണം. സന്തോഷം ഉണ്ടാകുമ്പോൾ പറയും, മതി കർത്താവേ മതി. സ്നേഹമുള്ളവർ, ഇതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ കണ്ടെത്തിയപ്പോൾ, അവൻ്റെ കുരിശിനെ നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോൾ, അവൻ്റെ തിരുമുറിവുകളെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചപ്പോൾ, പിന്നെ ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് യേശു ക്രിസ്തുവിനെ ധീരതയോടെ പകർന്നു കൊടുക്കാനുള്ള ഒരു അഭിഷേകം ആത്മാവ് പകർന്നു കൊടുത്ത. എപ്പോഴാണ് അത് സാധ്യമായത്? യേശു ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങാനായിട്ട് മനസ്സായപ്പോൾ ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന വിശുദ്ധാത്മാക്കളുടെ രക്തസാക്ഷികളുടെ ചൈതന്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഇതാ, നമ്മളിങ്ങനെ ഒരു പെരിഫറൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു പോവുക അല്ലേ? ചിന്തിച്ചു നോക്കുക, വെറുതെ എന്തിനൊക്കെ വേണ്ടി, ഏതൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി, ഏതൊക്കെ ലാഭേച്ഛകൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ വിറ്റ, ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് ജീവിക്കുന്നവരായിട്ട് ഞാനും നിങ്ങളും അധപ്പതിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർത്തോണം കേട്ടോ, ഈ കാലഘട്ടത്തിൽ വീണ്ടും ക്രൈസ്തവർക്കെതിരെ ഒരുപാട് അഞ്ഞടികളുണ്ടാകും. അവിടെയൊക്കെ ഞങ്ങളെ പീഡിപ്പിക്കുന്നു, ഞങ്ങൾ മാത്രം കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. മറിച്ചോ ഇതിനേക്കാളും വർദ്ധിക്കും. മറിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് പീഡിപ്പിക്കപ്പെടുന്നവനാ. യഥാർത്ഥ ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവനാ. അവൻ്റെ മുറിവുകളെ കണ്ട്, ഈ ലോകത്തിൻ്റെ അടയാളങ്ങളെ കണ്ട് ജീവിക്കാൻ പഠിക്കുന്നവനാ. ഇതില്ലാതെ പോകുമ്പോൾ വചനമില്ല എൻ്റെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവർ, ജീവിക്കണം ഇനി മുതൽ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട്, മരിക്കണം ഇനി മുതൽ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട്. ഞാൻ ഓർക്കുക സ്നേഹമുള്ളവർ, ഇതുപോലെ സഭയിൽ ഒരുപാട് മക്കളുണ്ട്. അവർക്കൊക്കെ എന്ത് പീഡനങ്ങളുണ്ടായാലും ലെവലേശം ഒരു മാറ്റം ഉണ്ടാകുന്നത്, ഒരു തളർച്ച എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലാണ്. കാരണം എന്താണ്? നമ്മൾ പറയുന്ന കണക്ക് ഈ തീ കുരുത്തത് വെയിലത്ത് വാടിയലെന്ന് പറയുന്ന പോലെ അവർക്ക് ഈ പീഡനങ്ങളൊക്കെ നിസ്സാരം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തീ കുരുത്ത വ്യക്തികളായിട്ട് മാറാനായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ക്രിസ്ത്യാനികൾ ഈ വിധത്തിൽ തീ കുരുത്ത വ്യക്തികളായിട്ട് മാറിയാലേ അഭിഷേകമുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടാകത്തുള്ളൂ പ്രിയപ്പെട്ടവർ. അല്ലെങ്കിൽ വെറും പേരിന് മാമോദീസ ജലം തലേ വീണ് ക്രിസ്ത്യാനിയ എന്ന് പറഞ്ഞ് നടക്കുന്ന വിലകെട്ട ക്രൈസ്തവനായിട്ട് നമ്മൾ മാറുന്നു. അതുപോരാ, മറിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഉതകുന്ന ഒരു അഭിഷേകം നമ്മൾ നിറയണം. പ്രിയപ്പെട്ടവരെ, ഇത് എനിക്കോ നിങ്ങൾക്കോ വെറുതെ സാധ്യമാകുന്ന ഒരു കാര്യമല്ല കേട്ടോ, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഈ നാളുകളിൽ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ ഒത്തിരി ദാഹിച്ച് പ്രാർത്ഥിച്ചു. ഈ നാളുകളിൽ തുടർന്നും പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. അനേക അപ്പസ്വലന്മാർ, അനേക വിശുദ്ധാത്മാക്കൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഈ സ്ലീഹാകാലത്തിൽ അനുസ്മരിക്കുമ്പോൾ ചിന്തിച്ചോണം, അവരുടെ ജീവിതത്തിലൊക്കെ സ്വന്തമാക്കിയ ചൈതന്യം, അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആത്മാവിൻ്റെ നിറവ് എൻ്റെ ജീവിതത്തിലേക്ക് വേണം. ഈ ഒരു ദാഹത്തോടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഉണർന്ന് ഈ സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് നിറയും, ആത്മാവ് നമ്മളിൽ ജ്വലിക്കും. വെറുതെ
പ്രാർത്ഥിച്ചാൽ പോരാ, ത്യാഗമെടുത്ത് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ലഭ്യമാകാൻ, ആത്മാവ് നമ്മളെ സ്പർശിക്കാനുള്ള ദാഹത്തോടെ മാത്രം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് പരിശുദ്ധാത്മാവിനെ തരികയല്ലേ. അതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഒരു പിതാവാ ഉള്ളേ. അതുകൊണ്ട് ആ പിതാവ് പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ സമൃദ്ധിയോടെ കൊടുക്കാൻ തയ്യാറാ. പക്ഷെ എന്നാ വേണം? ചോദിച്ച് വാങ്ങണം. മോനെ മോളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ച് നോക്കിയേ, ഞാൻ എന്തേരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ എന്തേരം പരിശുദ്ധാത്മാവിനെ നിറവിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. പഠിക്കാൻ പിള്ളേർക്ക് ബുദ്ധി കിട്ടാൻ വേണ്ടി അല്ല കേട്ടോ, എൻ്റെ ജീവിതത്തിൽ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല, കടബാധ്യത മാറാൻ വേണ്ടി മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, അതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും എപ്പോൾ? ഞാൻ അവൻ്റെ രാജ്യത്തെ, അവൻ്റെ നീതിയെ, അവിടുത്തെ ആത്മാവിനെ അന്വേഷിക്കുമ്പോൾ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4:29 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. എങ്ങനെ അന്വേഷിക്കണ്ടേ? അവിടെ വെച്ച്. എവിടെ വെച്ച്? ദൈവമായ കർത്താവ് വസിക്കുന്ന, അവിടുത്തെ നാമം സ്ഥാപിച്ച ഇടത്ത് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അന്വേഷിക്കുമ്പോൾ നീ അവിടുത്തെ കണ്ടെത്തും. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കേണ്ടതൊക്കെ ഈ പൂർണ്ണ ഹൃദയത്തോടെ, ഞാൻ അന്വേഷിക്കേണ്ടതൊക്കെ ഈ പൂർണ്ണ മനസ്സോടെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിക്കേണ്ടത് ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അപ്പത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ അവനെ സ്വന്തമാക്കണം. അവൻ്റെ അടയാളങ്ങൾ കാണാൻ പഠിക്കണം. ഈ നാളുകളിൽ അവൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയാൻ പറ്റണം. കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിച്ചറിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ആ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിച്ചാൽ, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്ന, യഥാർത്ഥത്തിൽ അവൻ്റെ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ പിൻചൊല്ലുന്ന ജീവിതങ്ങളായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ നിറവുണ്ടാവുക. നമുക്ക് ഈ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ സ്പർശിക്കുമ്പോഴാണ് ഈ വലിയ തിരിച്ചറിവിലേക്ക് എൻ്റെ ജീവിതം വരിക. ഓ ദൈവമേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ സ്പർശിച്ച് യഥാർത്ഥ പ്രകാശത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ദിവ്യകാരുണ്യ സന്നിധിയെ ശക്തിയോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൃപ പ്രാപിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. യുഗാന്തം വരെ എന്നും കൂടെ ഉണ്ടായിരിക്കും എന്നരുളിച്ചത് കർത്താവേ, കൂടെ വസിക്കുന്ന അങ്ങയെ, കുഞ്ഞുനാൾ മുതൽ കൊതിയോടെ കണ്ടിട്ടുള്ള അങ്ങയെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ആരാധിക്കുന്നു. ഓർമ്മ വച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു, ഈശോ ആരാധിക്കുന്നു. ഓർമ്മ വച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, എൻ്റെ ഈശോയെ അങ്ങേ കണ്ട് വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും സന്തോഷത്തോടെ ആരാധിച്ച്, എല്ലാവരും തീക്ഷ്ണതയോടെ ആരാധിച്ച്, ആരാധിക്കുന്ന നിമിഷങ്ങളിൽ നമ്മളിലേക്ക് കൃപയൊഴുകും, നമ്മുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹം ഒഴുകും. നമ്മുടെ ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ ചൈതന്യം നമ്മൾ ഓരോരുത്തരിലേക്കും നിറയും. കൃപയുടെ മണിക്കൂറാണിത്. എല്ലാവരും ആരാധിക്കട്ടെ, തീക്ഷ്ണതയോടെ ആരാധിക്കട്ടെ, ശക്തിയോടെ ആരാധിക്കട്ടെ. ഓ ദൈവമേ, കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു. ഈശോ ആരാധിക്കുന്നു. എല്ലാവരും ഹൃദയത്തിൽ നിന്ന് സ്തുതി ഉയർത്തി ആരാധിക്കട്ടെ, ശക്തിയോടെ ആരാധിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ശക്തിയോടെ തീക്ഷ്ണതയോടെ എല്ലാ ദൈവമക്കളും ഇങ്ങനെ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തെ ഒരുമിച്ച് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമായി കൂടെ വസിക്കുന്നവനെ, എൻ്റെ ജീവിതം, ശരീരം, മനസ്സ്, ഹൃദയം, ആത്മാവ് സർവസ്വവും അങ്ങേക്ക് അടിയറ വെച്ച് തീക്ഷ്ണതയോടെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ബലഹീനമായ ജീവിതത്തെ ചേർത്ത് വെച്ച് ആരാധിക്കുന്ന കർത്താവെ, ശക്തി പ്രവഹിക്കട്ടെ, അഭിഷേകം ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, ആത്മാവിൻ്റെ നിറവിനിൽ സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ല 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 ഹല്ല. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ജീവിതം മുഴുവനും പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഈ നിമിഷം സമർപ്പിക്കുമ്പോൾ പലപ്പോഴും അങ്ങയെ സ്വന്തമാക്കാൻ, അങ്ങയുടെ ചൈതന്യത്തെ സ്വന്തമാക്കാൻ ഞാൻ പരിശ്രമിക്കാതെ പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ, ചില നേട്ടങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ലാഭകരമാകുന്ന ചില കാര്യങ്ങൾ, ദൈവമേ, ഈ ചിന്തകൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങയുടെ തിരുമുറിവുകളെ സ്വന്തമാക്കാനോ അതിനോട് ചേർന്നിരിക്കാനോ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പ്രവേശിച്ച് അങ്ങയുടെ അഭിഷേകത്തെ സ്വന്തമാക്കാനോ, അവിടുത്തെ ആത്മാവിൽ നയിക്കപ്പെടാനോ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ല കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ചില നേട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്നിലുണ്ടായിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ചില ലാഭേച്ഛകളെക്കുറിച്ചുള്ള മോഹങ്ങളാണ് എന്നിൽ വളർന്നിട്ടുള്ളത്. ദൈവമേ, ഞാൻ തിരിച്ചറിയുക, നശ്വരമായതിനു വേണ്ടി അധ്വാനിക്കാൻ വിളിക്കപ്പെട്ടതല്ല ഞാൻ. അനശ്വരമായത് സ്വന്തമാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ജീവിതമാണ് എൻ്റെത്. ഈശോ, ഈ നല്ല നിമിഷങ്ങളിൽ എൻ്റെ ജീവിതം മുഴുവൻ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാർത്താവേ. എൻ്റെ ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ ചൈതന്യവും കൃപയും അഭിഷേകവും ഈ നിമിഷം തന്നെ അവിടുന്ന് പകരണമേ. ഈശോയുടെ അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണിത്. എല്ലാ ദൈവമക്കളും ഹൃദയത്തിൽ ആഗ്രഹിച്ച്, എനിക്ക് ഈ ലോകത്തിലെ നശ്വരമായ ഒരു നേട്ടം പോരാ, എൻ്റെ ഈശോയോടൊത്ത് നിത്യം വസിക്കുന്ന അനശ്വരമായ നിത്യസൗഭാഗ്യം എനിക്ക് സ്വന്തമാകണം. ഈ ആഗ്രഹത്തോടെ എല്ലാവരും മനസ്സ്, ശരീരം, ഹൃദയാത്മാവും ഒരുപോലെ ദൈവത്തെങ്കിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ ബോധ്യം ദൈവത്തിന് ആത്മാവ് നമ്മളിൽ നിറയ്ക്കണം. ഈ ആഗ്രഹത്തോടെയാണ് ഈ ആശീർവാദം സ്വീകരിക്കുന്നത്. കരങ്ങൾ ഉയരട്ടെ, അധരം തുറക്കട്ടെ. എല്ലാവരും യേശുവിൻ്റെ നാമത്തെ തീക്ഷ്ണതയോടെ വിളിച്ച് 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 സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തിയോടെ കർത്താവിനെ വിളിച്ച് സ്തുതിക്കുന്ന യേശുവേ 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 യേശുവേ. അനേകരിലേക്ക് യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിന് ശക്തി ഇപ്പോൾ പ്രവഹിക്കുന്ന സമയമാണ്. ബന്ധനങ്ങളും കെട്ടുകളും അഴിക്കുന്ന സമയമാണ്. കൃപയുടെ അഭിഷേകം വ്യാപരിക്കുന്ന സമയമാണ്. ഈ ദിവ്യകാരുണ്യത്തിന് അത്ഭുത ശക്തി പുറപ്പെട്ട പരിശുദ്ധാത്മ ജ്ഞാനത്താൽ അനേകരെ പൂരിതരാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിന് ഈശോയേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും